ഹായ്. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ പ്രൊഫഷനിലും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങൾക്ക് വിജയം അനിവാര്യമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അതിനാവശ്യമായ ഏറ്റവും ചെറിയ 10 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി കൺവേ ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും. ഹായ്, ഞാൻ കെ കൊണ്ടോട്ടി. ഒരു പ്രൊഫഷണൽ ട്രെയിനറാണ്, ബിസിനസ് കോച്ചാണ്, അതോടൊപ്പം ഒരു ഓൺട്രപ്രണറുമാണ്. ഫ്രണ്ട്സ്, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമായ വളരെ സിമ്പിളായിട്ടുള്ള 10 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി കൺവേ ചെയ്യുന്നത്. ഇത് നിങ്ങൾ അറിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങൾ വിജയിക്കും. അതായത് 10 ക്വാളിറ്റീസ് ഓഫ് എ ടോട്ടൽ വിന്നർ എന്നാണ് ഞാനിതിന് പേരിട്ടിരിക്കുന്നത്. അതിലൊന്നാമത്തേത് പോസിറ്റീവ് സെൽഫ് അവെയർനെസ് എന്നുള്ളതാണ്. നമ്മുടെ മനുഷ്യന്മാർക്ക് ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് തൻ്റെ കഴിവുകളും കഴിവുകേടുകളും എന്താണ് എന്ന് തിരിച്ചറിയാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അനിവാര്യമായിട്ട് വേണ്ടത് അത് തന്നെയാണ്. തൻ്റെ കഴിവുകളും കഴിവുകേടുകളും തിരിച്ചറിയുകയും തൻ്റെ കഴിവുകേടുകളെ വിശദമായി പരിശോധിച്ച് തനിക്ക് മാറ്റങ്ങൾ വരുത്തി മുന്നേറാൻ പറ്റുന്ന കഴിവുകളെ മാറ്റങ്ങൾ വരുത്തി മുന്നേറുകയും തനിക്ക് സാധിക്കാത്ത കാര്യങ്ങൾ, അതായത് ദൈവത്തിന് സാധിക്കുന്ന കാര്യങ്ങളാണ് എങ്കിൽ ഞാനൊരു കാലും കൈയും ഇല്ലാത്തവനായി ജനിച്ചു എങ്കിൽ അത് എനിക്ക് ശരിയാക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുപോലെ ദൈവത്തിന് മാത്രം സാധിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അതിൽ നമ്മുടെ മനസ്സ് കൊളുത്തിയിടാതെ പരിഹരിക്കാൻ പറ്റുന്നവ പരിഹരിക്കുകയും മാത്രമല്ല തനിക്ക് ദൈവം നൽകിയിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടാകും, ആ ക്വാളിറ്റീസുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയും തൻ്റെ യുണീക്ക്നെസ്സിൽ, ഓരോ വ്യക്തിക്കും എന്തെങ്കിലും ഒരു യുണീക്ക്നെസ് ഉണ്ടാകും, ആ യുണീക്ക്നെസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നേറുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കഴിവുകളിലും കഴിവില്ലായ്മയിലും നിങ്ങൾ അവയർനെസ് ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് പോസിറ്റീവ് സെൽഫ് എസ്റ്റീമാണ്. ഇന്നത്തെ യുവതലമുറ ഏറ്റവും അധികം നേരിടുന്ന ഒരു വിഷയമാണത്. അവർ ആത്മബഹുമാനമില്ലാത്തവരായിട്ടാണ് ഇന്ന് വളർന്നു വരുന്നത്. അതിന് കാരണങ്ങൾ പലതുമുണ്ട്. ഒന്ന് രക്ഷിതാക്കൾ തന്നെയാണ്, മറ്റൊന്ന് നമ്മുടെ വിദ്യാഭ്യാസ രീതിയുടെ പ്രശ്നങ്ങളാണ്. ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും നമ്മുടെ ലക്ഷ്യം എന്താണ് എങ്കിലും നമ്മൾ ഒരു പോസിറ്റീവ് സെൽഫ് എസ്റ്റീം, അതായത് ആത്മബഹുമാനമുള്ളവരായിരിക്കണം. നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസമില്ലാതിരിക്കുകയും നമ്മളെക്കുറിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം നമ്മൾക്കില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഏത് പ്രവർത്തന മേഖലയിലും അതിങ്ങനെ നിയലിച്ച് കാണും. നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു ദൗത്യവും അതിൻ്റെ പൂർണ്ണതയിൽ പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കാതിരിക്കുകയും അതിന് ലക്ഷ്യം എത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയാതിരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തിരിച്ചറിയുക, തൻ്റെ കഴിവുകളും കഴിവുകേടുകളും ആദ്യം തിരിച്ചറിഞ്ഞു. രണ്ടാമത്തേത്, നിങ്ങൾ എപ്പോഴും ഒരു പോസിറ്റീവ് സെൽഫ് എസ്റ്റീം ഉള്ളവരായിരിക്കും. നിങ്ങളുടെ കഴിവുകളിൽ ബഹുമാനമുള്ളവരും കഴിവുകളിൽ തൃപ്തിപ്പെടുന്നവരുമായിരിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തേത് പോസിറ്റീവ് സെൽഫ് കൺട്രോളാണ്. നമുക്കറിയാം, സാധാരണഗതിയിൽ നമ്മുടെ ഒരു സ്വഭാവം, ഒരു വിഷയമുണ്ടാകുമ്പോൾ നമ്മൾ ആക്ട്, സ്റ്റോപ്പ്, തിങ്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ ബാധിക്കുന്നതോ നമുക്ക് ചുറ്റുമുള്ളവരെ ബാധിക്കുന്നതോ ആയിട്ടുള്ളൊരു പ്രശ്നം നമ്മുടെ മുമ്പിൽ റൈസ് ചെയ്യുമ്പോൾ ആ പ്രശ്നത്തോട് നമ്മൾ പ്രതികരിക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ആക്ട് ചെയ്യുകയും അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുകയും അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുകയും അതിനുശേഷം മാത്രം നമ്മൾ ഇരുന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന രീതി ആയിരിക്കും ഉണ്ടാകുക. എന്ന് പറഞ്ഞാൽ അവസാനം നമുക്ക് നമ്മുടെ ആ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്കൊരു കുറ്റബോധം തോന്നും. എന്നാൽ ആക്ച്വലി ഇങ്ങനെയാണോ നമ്മൾ പ്രവർത്തിക്കേണ്ടത്? നമ്മൾ പ്രവർത്തിക്കേണ്ടത് അങ്ങനെയല്ല. ആദ്യം നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്ത്
തിങ്ക് ചെയ്ത് ആക്ട് ചെയ്യുക, റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് പ്രശ്നത്തെക്കുറിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ആ പ്രശ്നം സോൾവ് ചെയ്യുന്ന രീതിയിൽ പോസിറ്റീവായിട്ട് നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ ആ പ്രവർത്തനത്തെക്കുറിച്ച്, നമ്മുടെ ആ പ്രവർത്തന രീതിയെക്കുറിച്ച്, തന്നെയും തനിക്ക് ചുറ്റുമുള്ളവരെയും തൻ്റെ സമൂഹത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമുക്കൊരിക്കലും ഒരു കുറ്റബോധം തോന്നുകയില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് പോസിറ്റീവായിട്ടുള്ള എടുത്തൊരു തീരുമാനമാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ പോസിറ്റീവായിരിക്കും. നാലാമത്തേത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പോസിറ്റീവ് സെൽഫ് മോട്ടിവേഷൻ എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ നിന്നും, നമുക്ക് ചുറ്റുമുള്ളവരിൽ നിന്നും, നമ്മുടെ കുടുംബത്തിൽ നിന്നും ചെറുപ്പം മുതലേ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് തോട്ട്സുകളാണ്. ആ നെഗറ്റീവ് തോട്ട്സുകളാണ് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസും നമുക്ക് കിട്ടുന്ന തോട്ട്സുകളും ഒക്കെ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഞാനെന്ന വ്യക്തിയും അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തിയും എപ്പോഴും നെഗറ്റീവിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡായിരിക്കും എപ്പോഴും നമുക്ക് ഉണ്ടാകുക. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മൾ നമ്മളെ തന്നെ എപ്പോഴും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. സമൂഹം എന്ത് പറയട്ടെ, തനിക്ക് ചുറ്റുമുള്ളവരെന്തും പറയട്ടെ, തൻ്റെ കുടുംബക്കാർ എന്തും തന്നെ കുറിച്ച് പറഞ്ഞോട്ടെ, തൻ്റെ ആശയങ്ങളെക്കുറിച്ച്, തൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചോട്ടെ, പക്ഷേ തനിക്കൊരു ലക്ഷ്യമുണ്ട് എന്നും ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം ഞാൻ നിശ്ചയിച്ചു എന്നും ഇനി ഇവിടെ എൻ്റേതാണ് തീരുമാനം, ആ തീരുമാനത്തിനനുസരിച്ച് വളരെ പോസിറ്റീവായിട്ട് ഞാൻ പ്രവർത്തിക്കുമെന്നും ആ പ്രവർത്തനങ്ങളെല്ലാം തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രയാണമായിരിക്കുമെന്നും അവിടെ എന്നെ തടയാൻ എനിക്കല്ലാതെ മറ്റൊരു ശക്തിക്കും സാധ്യമല്ല എന്ന് ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് എപ്പോഴും ഒരു പോസിറ്റീവ് ടോക്ക് നമ്മളോട് നടത്തുകയും ആ രീതിയിൽ ഒരു പോസിറ്റീവ് കോൺഫിഡൻസ് വളർത്തിയെടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ പ്രൊഫഷനിലെ, നമ്മുടെ ബിസിനസ്സിലെ നാം നിശ്ചയിച്ച ലക്ഷ്യത്തിലേക്ക് അതിവേഗം യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ ആകട്ടെ. അഞ്ചാമത്തേത് പോസിറ്റീവ് സെൽഫ് എക്സ്പെക്റ്റേഷനാണ്. പ്രതീക്ഷകളാണല്ലോ ജീവിതം. ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മളെ നയിക്കുന്നത് നമ്മുടെ പ്രതീക്ഷകളാണ്, നമ്മുടെ ആഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഒരു പോസിറ്റീവ് പ്രതീക്ഷകളുള്ളവരായിരിക്കണം. ഏത് വിഷയത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എങ്കിലും, ഏത് കാര്യത്തിലാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത് എങ്കിലും, നമ്മുടെ ലക്ഷ്യം ഏതാണ് എങ്കിലും അവിടെ ഒക്കെ നമ്മൾ പോസിറ്റീവ് എക്സ്പെക്റ്റേഷൻസ് ഉള്ളവരായിരിക്കണം. എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ സെറ്റ് ബാക്സ് നമ്മുടെ പ്രവർത്തന മേഖലയിൽ വരുമ്പോൾ നമ്മൾ ഭയപ്പെട്ട് പിന്മാറാതിരിക്കുക. പകരം ദൈവം എനിക്ക് എൻ്റെ മുന്നിൽ ഇത് കൊണ്ടെത്തിച്ചിരിക്കുന്നത് മറ്റെന്തോ നല്ലൊരു മാർഗം കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുകയും തൻ്റെ മുന്നിൽ വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാ റിജക്ഷൻസിനെയും പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് മുന്നേറുമ്പോൾ മാത്രമാണ് നമുക്കൊരു പോസിറ്റീവ് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാക്കാൻ സാധിക്കുക. അങ്ങനെ പോസിറ്റീവ് എക്സ്പെക്റ്റേഷൻസ് ഇല്ലാത്തൊരു വ്യക്തിക്ക് ജീവിതത്തിലും കരിയറിലും ബിസിനസ്സിലും ഒന്നും നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ലോകത്ത് ഇന്ന് എന്തെങ്കിലുമൊക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ളവരാണ് എങ്കിൽ, ലോകത്ത് ഇന്ന് എന്തെങ്കിലുമൊക്കെ നേടിയെടുത്തിട്ടുള്ള ഏതൊരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ പരിശോധിച്ച് നോക്കുക, അവരുടെയൊക്കെ ജീവിതത്തിൽ ഈ പോസിറ്റീവ് എക്സ്പെക്റ്റേഷൻസ് അവരുടെ മാർഗങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അവർ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരൊക്കെ നിങ്ങൾക്ക് മാതൃകയായിരിക്കട്ടെ. ആറാമത്തേത് പോസിറ്റീവ് സെൽഫ് ഇമേജ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളെ കുറ്റപ്പെടുത്താനും നമ്മളെ ഇമേജ് തകർക്കാനും വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് ബിസിനസ് തലത്തിലാകാം, നമ്മുടെ കുടുംബത്തിലാകാം, നമ്മുടെ ഫ്രണ്ട്സുകൾക്കിടയിലാകാം, നമ്മുടെ സമൂഹത്തിലാകാം. എവിടെ ചെല്ലുമ്പോഴും ഈ ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും തകർക്കാൻ സാധിക്കുന്നതല്ല എൻ്റെ ഇമേജ് എന്നും,
എൻ്റെ ഇമേജ് എന്തായിരിക്കണമെന്ന് ഞാനാണ് നിശ്ചയിക്കേണ്ടത് എന്നും, പകരം എനിക്ക് പുറമെ ദൈവത്തിനല്ലാതെ മറ്റൊരാൾക്കും അതിൽ എന്നെ സ്വാധീനിക്കാൻ കഴിയുകയില്ല എന്നുള്ളൊരു ദൃഢനിശ്ചയവും നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു പോസിറ്റീവ് സെൽഫ് ഇമേജ് ഉള്ള ആളായി മാറും. അങ്ങനെ നിങ്ങളൊരു പോസിറ്റീവ് സെൽഫ് ഇമേജ് ഉള്ള ആളായി മാറിയാൽ നിങ്ങൾ കൈവെക്കുന്നത് മുഴുവനും പൊന്നായി മാറും. സാധാരണ പറയാറുണ്ടല്ലോ, തൊടുന്നത് മുഴുവൻ പൊന്നാക്കി മാറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹമെന്ന്. അങ്ങനെയാകാൻ നിങ്ങൾക്കും സാധിക്കട്ടെ. ഏഴാമത്തേത് പോസിറ്റീവ് സെൽഫ് ഡിറക്ഷനാണ്. എന്ന് പറയുമ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ പോസിറ്റീവായിട്ടുള്ള 6 കാര്യങ്ങളും കൃത്യമായി നമ്മൾക്ക് പക്ഷം ഉണ്ട് എങ്കിൽ, ഏഴാമത്തത് കൃത്യമായ ഒരു ഡിറക്ഷൻ, ഒരു പോസിറ്റീവായിട്ടുള്ള ഡിറക്ഷൻ നമുക്ക് കാണിച്ചു തരും. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു ഡിറക്ഷനിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ് എങ്കിൽ, അത് കൃത്യമായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുകയാണ് എങ്കിൽ, അവിടെ ഒരു ക്രിയേറ്റീവ് പാത്ത് സൃഷ്ടിക്കാൻ നമുക്ക് അറിയുകയാണ് എങ്കിൽ നാം വിജയിക്കും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു പോസിറ്റീവ് ഡിറക്ഷൻ ഉള്ള ആളുകളായി മാറുക. അങ്ങനെയെങ്കിൽ ലക്ഷ്യം നിങ്ങളോടൊപ്പം എത്തിച്ചേരും. എട്ടാമത്തേത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് പോസിറ്റീവ് സെൽഫ് ഡിസിപ്ലിൻ. എന്ന് പറയുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഏതാണ് എങ്കിലും ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില പരിധികളൊക്കെ നിശ്ചയിക്കേണ്ടി വരും. ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യാവൂ, ഇന്നത് ഇന്ന സമയത്ത് ചെയ്യണം, കൃത്യമായി ചെയ്യണം എന്നുള്ള രീതി നാം പുലർത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കൂ. നിങ്ങളൊരു വ്യക്തമായ 2 വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉദാഹരണം പറയാം. സച്ചിൻ തെണ്ടുൽക്കറെ നമുക്കറിയാം. നമുക്ക് മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ മനുഷ്യന്മാർക്കും സച്ചിൻ തെണ്ടുൽക്കറെ അറിയാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തും ഇന്ത്യൻ ടീമിലെ വെടിക്കെട്ട് ബാറ്റ്സ്മാനുമായിരുന്ന വിനോദ് കാംബ്ലിയെ ലോകത്തോട് അറിയോ എന്ന് ചോദിച്ചാൽ വിരലിലെണ്ണാവുന്ന, അല്ലെങ്കിൽ 5% അല്ലെങ്കിൽ 3% ആളുകൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. ശ്രദ്ധിക്കുക, സച്ചിൻ തെണ്ടുൽക്കറേക്കാൾ ഏറെ കഴിവ് ദൈവം കനിഞ്ഞരുളി നൽകിയിട്ടും വിനോദ് കാംബ്ലി എന്ന വ്യക്തി ബാറ്റ് ചെയ്യുമ്പോൾ അവരുടെ കോച്ചായിരുന്ന അച്ചരേക്കർ ഗാലറിയിലിരുത്തി സച്ചിനും മറ്റു സുഹൃത്തുക്കൾക്കും നോക്ക്, കണ്ടുപഠിക്കൂ, അതാണ് ബാറ്റിംഗ് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിരുന്ന വിനോദ് കാംബ്ലി എവിടെയും ഇല്ലാതായിപ്പോയി. എന്നാൽ ലോകം മുഴുവൻ സച്ചിൻ തെണ്ടുൽക്കറുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുകയും ചെയ്യുകയാണ്. ഈ 2 വ്യക്തികളെ വിലയിരുത്തുമ്പോൾ ഡിസിപ്ലിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകും. സച്ചിൻ, മറ്റുള്ളവരൊക്കെ പലരും പബ്ബുകളിൽ പോയൊക്കെ ജീവിതം ആഘോഷിച്ചപ്പോഴും സച്ചിൻ ഗ്രൗണ്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. എന്നാൽ വിനോദ് കാംബ്ലി എന്ന് പറയുന്ന വ്യക്തി തൻ്റെ മോശപ്പെട്ട പാതകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഡിസിപ്ലിൻ തീരെ ജീവിതത്തിൽ കൊണ്ടുവരാതിരുന്നപ്പോൾ അദ്ദേഹം ഓരോ ദിവസവും പിന്നോട്ട് സഞ്ചരിച്ച് പടുക്കുഴിയിലേക്ക് ചാടിപ്പോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ പോലും സച്ചിൻ തെണ്ടുൽക്കറുടെ സഹായം വേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് വിനോദ് കാംബ്ലി മാറിയെങ്കിൽ ഡിസിപ്ലിൻ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തു തന്നെയായാലും ആവശ്യമായ ഡിസിപ്ലിൻ കൊണ്ടുവരിക, അല്ലെങ്കിൽ നിങ്ങൾ പരാജയത്തിലേക്കായിരിക്കും സഞ്ചരിക്കുന്നത്. 9ാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പോസിറ്റീവ് സെൽഫ് ഡയമെൻഷൻ എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഡയമെൻഷൻസ് നമ്മളിൽ ഒതുങ്ങി നിൽക്കാൻ പാടില്ല. അത് ബിയോണ്ട് അസ്, നമ്മൾക്കപ്പുറമായിരിക്കണം. അത് യൂണിവേഴ്സലായിട്ട് സഞ്ചരിക്കുന്നതായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളും നമ്മുടെ കാഴ്ചപ്പാടുകളും ഒക്കെ നമുക്ക് ചുറ്റുമുള്ളതുമായി കണക്ട് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ. എന്ന് പറയുമ്പോൾ വ്യക്തമായ ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ, ഒരു വിജയി എപ്പോഴും തന്നിലേക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധയും ഇഷ്ടവും ബഹുമാനവും ആകർഷിക്കാൻ കഴിവുള്ളവരായിരിക്കും. അങ്ങനെ ലോകത്തെ മുഴുവനും നിങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിവുള്ളവരാകുമ്പോഴാണ് നിങ്ങൾ വിജയിക്കുന്നത്. അത്തരം ഒരു ഡയമെൻഷൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിലെ
ഈ പോസിറ്റീവ് സെൽഫ് ഡയമെൻഷൻ കൊണ്ട് വിജയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഉദാഹരണമായി പറയാവുന്ന ഒരു വ്യക്തിയാണ് ഓപ്ര വിൻഫ്രി. നമുക്കറിയാം, വളരെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നിറഞ്ഞിരുന്ന ബാല്യത്തിൽ നിന്ന് തൻ്റെ ദൃഢനിശ്ചയം കൊണ്ട് ലോകം മുഴുവനെ തന്നിലേക്ക് ആകർഷിക്കുകയും ഏറ്റവും കൂടുതൽ ആളുകളെ തന്നിലേക്കും തൻ്റെ ഓപ്ര വിൻഫ്രി ഷോ എന്ന് പറയുന്ന ഷോയിലേക്കും ആകർഷിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകയാക്കുകയും അതിലൂടെ ലോകത്തിലെ ഏറ്റവും മാധ്യമപ്രവർത്തനത്തിലൂടെ വരുമാനമുണ്ടാക്കുന്ന ഒരു ലേഡിയായി മാറാനും, അതോടൊപ്പം തൻ്റെ തിരിച്ചറിവിലൂടെ ആരാണോ തൻ്റെ സഹായം ആവശ്യമുള്ളവർ എന്ന് കണ്ടെത്തി അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കാനും അവർക്ക് സാധിക്കുന്നത് കൊണ്ട് നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം അതാണ്. നിങ്ങൾക്ക് പോസിറ്റീവ് സെൽഫ് ഡയമെൻഷൻ കൊണ്ട് ലോകത്ത് വിജയിക്കുകയും അത് എന്നും നിലനിർത്തുകയും അതിലൂടെ ലോകത്തെ തന്നെ കാണുകയും ചെയ്യുന്ന ഓപ്ര വിൻഫ്രി നിങ്ങൾക്ക് വലിയൊരു ഉദാഹരണമാണ്. നിങ്ങൾക്കും സാധിക്കട്ടെ നിങ്ങളുടെ ഡയമെൻഷൻസ് വളരെ പോസിറ്റീവാക്കാനും ജീവിതത്തിൽ വിജയിക്കാനും, അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ലോകത്തെ കാണാനും ഉൾക്കൊള്ളാനും അതിനെ അനുഭവിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. 10ാമത്തേതും അവസാനത്തേതും ഇങ്ങനെയാണ്: പോസിറ്റീവ് സെൽഫ് പ്രൊജക്ഷൻ എന്നാണ്. ഒരു വിന്നിങ് ഫോർമുലയുണ്ട്. അതെങ്ങനെയാണ്? കൺസീവ് പ്ലസ് ബിലീവ് ഈസ് ഈക്വൽ ടു അച്ചീവ്. വിഷ്വലൈസ് പ്ലസ് ഇന്റേണലൈസ് ഈസ് ഈക്വൽ ടു റിയലൈസ്. ഇമാജിനേഷൻ പ്ലസ് സിമുലേഷൻ ഈസ് ഈക്വൽ ടു റിയലൈസേഷൻ. ഈ ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് സെൽഫ് പ്രൊജക്ഷൻ കീപ്പ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും എവിടെയും ഒരു ഓറ സൃഷ്ടിക്കാൻ കഴിവുള്ളവരായിരിക്കും. അവർ എപ്പോഴും മറ്റുള്ളവരുടെ അറ്റൻഷൻ തന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ കഴിവുള്ളവരും മറ്റുള്ളവരുടെ ഇഷ്ടം നേടിയെടുക്കാൻ കഴിവുള്ളവരുമായിരിക്കും. മാത്രമല്ല, അവർക്കറിയാം മുഖത്തുണ്ടാകുന്ന ഒരു പുഞ്ചിരി എന്ന് പറയുന്നത് അതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് റാപ്പോ ബിൽഡിംഗ് ആണ് എന്നുള്ളത്. മാത്രമല്ല, അത് പ്രയാസങ്ങൾ ലഘൂകരിക്കുമെന്നും അത് തുറക്കപ്പെടാത്ത വാതിലുകൾ തനിക്ക് മുന്നിൽ തുറക്കപ്പെടുമെന്നും തനിക്ക് ഹൃദയങ്ങളിൽ സ്ഥാനമുണ്ടാക്കുമെന്നും അവർ മനസ്സിലാക്കുകയും അതുകൊണ്ട് എപ്പോഴും അവരൊരു പുഞ്ചിരി മുഖത്ത് കീപ്പ് ചെയ്യുന്നവരുമായിരിക്കും. എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ നിങ്ങളെ ലോകത്ത് പ്രൊജക്റ്റ് ചെയ്യാൻ, നിങ്ങളുടെ സമൂഹത്തിന് മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്ന് പറഞ്ഞാൽ എപ്പോഴും എവിടെ ചെന്നാലും ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനും, ഒരു പോസിറ്റീവ് തോട്ട് ഉണ്ടാക്കാനും, ഒരു പോസിറ്റീവ് ചലനം ഉണ്ടാക്കാനും നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് നിങ്ങൾ ഒരു പോസിറ്റീവ് സെൽഫ് പ്രൊജക്ഷനുള്ള ആളായി മാറുന്നത്. അങ്ങനെയുള്ള ഒരാളായി നിങ്ങൾ മാറിക്കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടും, നിങ്ങൾ എല്ലാവരെയും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യും. അത് നിങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ ബേസിലായിരിക്കില്ല, നിങ്ങളുടെ തൊലിയുടെ നിറത്തിൻ്റെ ബേസിലായിരിക്കില്ല, പകരം നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ, നിങ്ങളുടെ ഇടപെടലുകളുടെ, നിങ്ങളുടെ സംസാരത്തിൻ്റെ, നിങ്ങൾ നിങ്ങളെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അങ്ങനെ നിങ്ങളെ പ്രൊജക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ നിങ്ങൾ ബെസ്റ്റാകും. നിങ്ങൾ എന്തിനെ പ്രതിനിധീകരിക്കുന്നോ, നിങ്ങൾ ഏതിനെ പ്രതിനിധീകരിക്കുന്നോ അതും ബെസ്റ്റായി മാറും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ നന്നാക്കാം, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റാകും, നിങ്ങളുടെ പ്രൊഫഷണലിൽ നിങ്ങൾ ബെസ്റ്റാകും. മാത്രമല്ല, നിങ്ങളൊരു ബിസിനസ്സുകാരനാകട്ടെ, നിങ്ങളൊരു സാമൂഹ്യ പ്രവർത്തകനാകട്ടെ, അവിടെയൊക്കെ നിങ്ങൾക്ക് നമ്പർ 1 മാറാൻ സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ 10 ടെക്നിക്സുകളും ഈ 10 നമ്പറുകളും നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാതെ കൊണ്ടുവരിക. നിങ്ങൾക്കതിൻ്റെ പ്രതിഫലനം നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ കാണാൻ സാധിക്കും. യാതൊരു സംശയം വേണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ വല്ല സഹായവും നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്.